എന്താ കുഞ്ഞമ്മേ? കുഞ്ഞമ്മയ്ക്ക് ഞാൻ ചോദിച്ചത് വിഷമായെങ്കിൽ വിട്ടേക്ക്. നിങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞുവിടാൻ വേണ്ടിയോ ഒരു ജോലിക്കാരിയായി താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചത്. അത് മനസ്സിലാക്കണം. കുഞ്ഞമ്മയ്ക്ക് മുരുകനെ പേടിക്കാതെ സ്വസ്ഥമായിട്ട് കുറച്ചു കാലം കഴിയാൻ പറ്റുന്ന ഒരിടം കൂടിയായിരിക്കും. അങ്ങനെ തോന്നിയതുകൊണ്ടാ. പിന്നെ കുഞ്ഞമ്മ പണ്ട് പ്രസവം എടുക്കാനും പ്രസവ ശുശ്രൂഷയ്ക്ക് പോയിട്ടുള്ളതാണെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ ശരിയാ. അത്തരം ജോലികളൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനൊരു വീട്ടിൽ പോയി നിന്നിട്ട് എന്നെ തിരക്കി വരുന്ന എന്റെ കൊച്ചുമോൻ കാരണം അവരുടെ സ്വകാര്യതയും സ്വൈര്യവും നഷ്ടപ്പെടുമെന്നാ എന്റെ പേടി. അങ്ങനെ ഒക്കെ ചിന്തിച്ചാലേ എവിടെയും ജീവിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ മുരുകൻ വരാത്തോണ്ടല്ലേ. 2 തവണ അവൻ തുടർച്ചയായിട്ട് ഇവിടെ വന്നാലേ കുഞ്ഞമ്മയെ പിന്നെ ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? നീ നിർത്തും. നിനക്ക് അത്ര വേഗമൊന്നും എന്നെ ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല. പക്ഷെ നിന്റെ ഭാര്യ പ്രഭാവതി എന്റെ മുഖത്ത് നോക്കി പറയും, കുഞ്ഞമ്മ ഇനി ഇവിടെ നിൽക്കരുത്. എടാ സുധ, ഇങ്ങനൊരു ജോലിയുടെ കാര്യം നീ അവളോടെങ്ങാനും പറഞ്ഞോ? ഇല്ല. കുഞ്ഞമ്മയ്ക്ക് സമ്മതാണെങ്കിൽ മാത്രം അവളെ അറിയിക്കാന്നാ ഞാൻ വിചാരിച്ചേ. അതല്ലേ, അതുകൊണ്ടാണ് അവൾ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി കുഞ്ഞമ്മയോട് ഞാനിത് അവതരിപ്പിച്ചത്. അതേതായാലും നന്നായി. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ജോലിക്ക് നിൽക്കാൻ തയ്യാറാ സുധ. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ജോലി ചെയ്താലും. പിന്നെ വീട്ടുജോലിയൊന്നും കുഞ്ഞമ്മ ചെയ്യണ്ട. ഒരു ഗർഭിണിയുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അവര് പ്രസവിച്ച കുഞ്ഞിന് 6 മാസം തികയും വരെ അവരുടെ കൂടെ നിൽക്കണം.